റെഡ് ഡെവിൾസിന്റെ ഇതിഹാസ പരിശീലകൻ സർ അലക്സ് ഫെർഗൂസന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി കടമെടുത്താൽ, നിങ്ങൾക്ക് മികച്ചൊരു സ്ട്രൈക്കർ ഉണ്ടെങ്കിൽ ഒരു മത്സരം നിങ്ങൾ സ്വന്തമാക്കിയേക്കാം, എന്നാൽ മികച്ചൊരു ഡിഫൻസ് നിങ്ങൾക്ക് ലീഗ് കിരീടം തന്നെ കൊണ്ടുവരും. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ വാക്കുകൾ അർത്ഥവത്താണ്. അവസാന 3 മത്സരങ്ങളിൽ ലെസ്കോവിച്ച് എന്ന വലിയേട്ടൻ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിന് നൽകിയ സംഭാവനകൾ ബ്ലാസ്റ്റേഴ്സിനെ ലീഗിന്റെ മുകൾ തട്ടിലെത്തിക്കുന്നു. ഒരു കിരീടയാത്രയിലേക്ക് മാർക്കോ ലെസ്കോവിച്ച് എന്ന വലിയേട്ടൻ്റെ കടന്നുവരവ് വളരെ നിർണായകമാണ്. നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം ക്യാപ്റ്റൻ ആംബാൻഡും ആ മഞ്ഞക്കുപ്പായം ധരിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ കപ്പിത്താൻ പട്ടവുമായി അയാൾ കളത്തിലേക്ക് എത്തുമ്പോൾ അയാൾക്കവിടെ പലതും തെളിയിക്കാനുണ്ടായിരുന്നു. പരിക്ക് പിടികൂടി കളത്തിന് പുറത്തിരുത്തിയ എത്രയോ രാത്രികൾ. അന്നുവരെ ടീമിനെ നായകനായി ചേർത്ത് നിർത്തിയ മജീഷ്യൻ ലൂണയുടെ പരിക്ക് ക്ലബിനെ ആരാധകരെ സംബന്ധിച്ച് വല്ലാതെ നിരാശയിലേക്ക് തള്ളിവിടുക തന്നെ ചെയ്തു. ഒരുപക്ഷെ ഈ സീസണിൽ യുവതാരങ്ങളെ വെച്ച് ഇവൻ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമ്പോൾ കളത്തിനകത്ത് ലൂണ എന്ന മാന്ത്രികൻ അവർക്ക് ആത്മവിശ്വാസത്തിൻ്റെയും നിരന്തര സമർപ്പണത്തിൻ്റെയും പാഠങ്ങൾ പകർന്നു നൽകി. അവരെ ചേർത്ത് നിർത്തിയപ്പോൾ ടീം പരുക്കിൻ്റെ ആവലാതികളെയെല്ലാം മറന്ന് ടേബിളിലെ ആദ്യ 4-ൽ സ്ഥിരം സ്ഥാനക്കാരായി. അവിടേക്കാണ് ലെസ്കോവിച്ച് എന്ന വലിയേട്ടൻ്റെ കടന്നുവരവ്. അയാൾക്ക് പലതും തെളിയിക്കാനുണ്ട്. ലൂണ എന്ന ക്യാപ്റ്റൻ്റെ അഭാവം നികത്തണം. ടീമിനെ മുന്നോട്ട് നയിക്കണം. പഴയ ആ വലിയേട്ടൻ എഫക്റ്റ് എന്താണെന്ന് ഓരോ ആരാധകർക്കും കാണിച്ചു കൊടുക്കണം. ലൂണയുടെ പരിക്ക് ഒരുപക്ഷെ അപ്പോഴേക്കും കോച്ചിനെ ലൈനപ്പിൽ മാറ്റങ്ങൾ വരുത്താൻ നിർബന്ധിതനാക്കി. പുതിയ ഫോർമേഷനുമായി കോച്ച് ഇവാൻ കളത്തിലേക്ക്. സെൻട്രൽ ബാക്കിൽ ഈ സീസണിൽ കോട്ട പോലെ ഉറച്ചു നിൽക്കുന്ന മിലോസിസ് എന്ന യുവ ഫോറിൻ ഡിഫൻഡറിന് കൂട്ടായി ലെസ്കോ എന്ന പഴയ നായകൻ കൂടി ചേരുമ്പോഴേക്കും പ്രതിരോധത്തിന് എന്തെന്നില്ലാത്ത കെട്ടുറപ്പ് കൈവന്ന പോലെ. പ്രീതം റൈറ്റ് ബാക്കിലും നവോച്ച സിംഗ് ലെഫ്റ്റ് ബാക്കിലും. ആ 4 പേരും ചേർന്ന് പാറ പോലെ ഉറച്ചു നിന്ന അവസാന 3 മത്സരങ്ങൾ പഞ്ചാബ് സിറ്റി FCയെ അവരുടെ തട്ടകത്തിൽ വെച്ച് 1-0 കീഴടക്കുമ്പോഴും മുംബൈയെ നരകമെന്താണെന്ന് കാണിച്ചുകൊണ്ട് ഓട് മുംബൈ കണ്ണം വഴിയെന്ന് വിളിച്ച രാത്രിയിലും ചിരവൈരികളായ എറ്റിക്കൻ മോഹൻ ബഗാനെ മലർത്തിയടിച്ചതിന് ശേഷം സച്ചിനടങ്ങുന്ന യുവനിര അയാളെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഫോട്ടോ കാണുമ്പോൾ ഓരോ മലയാളികൾക്കും ഒരു രോമാഞ്ചം തന്നെ ഉണർന്നിരിക്കും. ആ മനുഷ്യനെ അക്ഷരം തെറ്റാതെ ഇങ്ങനെ മാത്രമേ വിളിക്കാൻ കഴിയൂ. ഞങ്ങളുടെ വലിയേട്ടൻ തിരിച്ചു വന്നിരിക്കുന്നു. മിലോസിസിന് സെൻട്രൽ ബാക്കിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നു. സച്ചിൻ്റെ അൺവാണ്ടഡ് ഔട്ടിങ്ങിൽ അവനെ ശകാരിക്കുന്നു. പ്രീതത്തിന് നവോച്ച സിംഗിനും വിങ്ങുകളിൽ കൂടി ആക്രമണം അഴിച്ചുവിടാൻ പൂർണ്ണ പിന്തുണ നൽകുന്നു. എതിരാളികളുടെ കാലിൽ നിന്നും പന്ത് റാഞ്ചിയെടുക്കുന്ന സ്ലൈഡിംഗ് ടാക്കിൾസ്. എതിരാക്രമണ നിരയ്ക്ക് ഒരവസരവും നൽകാത്ത ഡുവൽ ഏരിയൽ ബോൾ വിന്നിങ്സ്. മിലോസിസുമായി ചേർന്ന് ഒരു വാൾ തന്നെയാണ് ലെസ്കോ നമുക്കായി പണിതു തരുന്നത്. അവസാന 3 മത്സരത്തിൽ എതിർ ടീമിന് ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് ബോക്സിന് വെളിയിൽ നിന്ന് ഒതുക്കാനായത് ഒരു ഷോട്ട് മാത്രമാണെന്ന് പറയുമ്പോൾ എന്താണ് ലെസ്കോ എഫക്റ്റ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അതെ, അയാൾ ഞങ്ങൾക്ക് നായകനാണ്. എതിരാളികൾക്ക് ചെകുത്താനും. നായകനും ചെകുത്താനും തമ്മിലുള്ള യുദ്ധം ഇനി ISL കാണാൻ പോകുന്നതേയുള്ളൂ.